ആണ് നമ്മൾ ALU യൂസ് ചെയ്യണത് അല്ലേ. Then final one is what? Control unit, right? So what is meant by control unit? Control unit is it used for control all other units. control to all other units. Okay, സിസ്റ്റത്തിലുള്ള CPU-ലുള്ള എല്ലാ ആൾക്കാരെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, മെയിൻ ആയിട്ട് കൺട്രോൾ യൂണിറ്റ് മോണിറ്റർ ചെയ്യുന്നത് രണ്ട് ആൾക്കാരെയാണ്. ആരൊക്കെയാണ്? സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? Yes, sir. ഓക്കെ, കാണുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോണത് എന്താണെന്ന് വെച്ചാല് CPU. ഓക്കെ, CPU ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് സപ്പോസ് ചോദിക്കും, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആണ് CPU എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഇന്നത്തെ പോർഷൻസ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോകണം. എന്താ വെച്ചാല് നിങ്ങൾ അത് തിയറി ജസ്റ്റ് എന്റെ നോട്ട്സോ ഈ PPT റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്നാണ് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഇനി അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ പഠിപ്പിക്കാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ പോർഷൻസ് കുറച്ച് സ്പീഡായിട്ട് പോകും. ഓക്കെ, അപ്പോൾ CPU ആണ്. CPU എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം, CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. നിങ്ങൾ ആ കമ്പ്യൂട്ടറിന്റെ അടുത്തൊരു ബോക്സ് കാണാം അല്ലേ? ആ ബോക്സിനെയാണ് നമ്മൾ CPU എന്ന് പറയുക അല്ലെ. അപ്പൊ ആ CPUന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് പ്രൊസസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ പ്രൊസസർ നമുക്ക് ഓൾറെഡി അറിയാം. പ്രൊസസർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ പർപ്പസ്, റൈറ്റ്? അപ്പൊ പ്രൊസസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ആണ്, ഒരു ചിപ്പാണ് അത്. ഓക്കെ, പ്രൊസസർ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഒരു ചിപ്പാണ്. അതൊരു ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ദാറ്റ് പെർഫോം ദ കാൽക്കുലേഷൻ ദാറ്റ് റൺ എ കമ്പ്യൂട്ടർ. CPU-ലുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള CPU-ൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ പ്രൊസസറാണ്. ഓക്കെ, അപ്പൊ പ്രൊസസർ എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, അതൊന്ന് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പെർഫോം ദി കാൽക്കുലേഷൻ ദാറ്റ് റൺ എ കമ്പ്യൂട്ടർ. അഗൈൻ പ്രൊസസർ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. പ്രൊസസർ എന്തിനു വേണ്ടിയിട്ടാണ്? എ പ്രൊസസർ പെർഫോംസ് അരിത്തമെറ്റിക്, ലോജിക് ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. പ്രൊസസർ എന്തൊക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അഗൈൻ ലോജിക് ഓപ്പറേഷൻസും അത് ചെയ്യുന്നുണ്ട്. അഗൈൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും അത് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അത് പോണത് പ്രൊസസർ അടുത്താണ്. പ്രൊസസർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അത് ഔട്ട്പുട്ട് ഡിവൈസിന് പോകേണ്ടതാണോ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിന് പോകേണ്ടതാണോ എന്ന് പ്രൊസസർ ആണ് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ പ്രൊസസർ എന്തൊക്കെയാണ് പണി ചെയ്യുക? പ്രൊസസർ പെർഫോംസ് arithmetical, logical and input output and other basic instructions. Basic instruction that are passed from an operating system. ഓക്കെ, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ചെയ്യണേ? ഇതെന്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ? നിങ്ങളുടെ എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റണല്ലേ? അപ്പൊ ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു PDF ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ PDF ഓപ്പൺ ആയി. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പൺ ചെയ്യണം, എങ്ങനെയാണ് പ്രോസസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ OS ആണ്. ഓക്കെ, ഈ OS ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡോക്യുമെന്റ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് ആരടുത്താണ് പോവുക? പ്രൊസസർ അടുത്താണ് പോവുക. അപ്പൊ പ്രൊസസർ പറയും ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട സാധനമാണ്, അപ്പൊ ഇത് എങ്ങോട്ട് പോകണം? ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? പ്രൊസസറാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പ്രൊസസർ A processor performs arithmetical, logical, input, output, and other basic instruction that are passed from an operating system. Operating system എന്തൊക്കെയാണോ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? പ്രൊസസറാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നമുക്ക് കൈകാലൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ കൈകാലൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ആവണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നത് ആരാണ്? ഇപ്പൊ ബ്രെയിൻ ആണ്. അതുപോലാണ് നമ്മളുടെ സിസ്റ്റത്തില് പ്രൊസസറാണ് ബ്രെയിൻ പോലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നത് ആരാണ്? നമ്മളിപ്പോ ഓക്കെ എനിക്കിപ്പോ എന്താണ് നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ നടക്കണമെന്ന് പറയുമ്പോൾ കാല് തന്നെയാണ് നടക്കുക, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യണത് ആരാണ്? നമ്മളുടെ ബ്രെയിൻ ആണ് അല്ലെ? എങ്ങനെ സ്റ്റെപ്പ് വെച്ച് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ്? നമ്മളുടെ ബ്രെയിൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രൊസസർ പെർഫോംസ് അരിത്തമെറ്റിക്കൽ, ലോജിക്കൽ, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് അതർ ബേസിക് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, മോസ്റ്റ് അതർ പ്രോസസ് ആർ ഡിപ്പെൻഡ് ഓൺ ദി ഓപ്പറേഷൻ ഓഫ് എ പ്രൊസസർ. സിസ്റ്റത്തിലുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും എതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക? പ്രൊസസറിനെ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഇനി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് പ്രൊസസർ എങ്ങനെയാണ് വന്നത്? പെന്റിയം ഉണ്ട്, പെന്റിയം.
അങ്ങനെയാണ് വന്നത്. Pentium 4, പിന്നെ അത് ഡ്യുവൽ കോർ ആയി, പിന്നെ i3 ആയി, പിന്നെ എന്താ വന്നത്? i3 കളഞ്ഞിട്ട് i3 പ്രോസസ്സർ വന്നു. i3 കളഞ്ഞിട്ടും കുറെ പ്രോസസ്സർ വന്നു. എന്താണ് i3 വന്ന് കളഞ്ഞിട്ട്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. i3 കളഞ്ഞിട്ട് വന്ന പ്രോസസ്സർ. ന്യൂസിലെ വെറുതെ നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ വരും പ്രോസസ്സർ. ഓക്കെ, Pentium, ഡ്യുവൽ കോർ, then Core 2 Duo, i3, then i5, i7, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പ്രോസസ്സർ വന്നു. ഓക്കെ, കുറച്ച് ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, i5, i7, അതിലെന്താണ് 7th Gen, 6th Gen, അങ്ങനെ പറഞ്ഞിട്ട് വെറൈറ്റി പ്രോസസ്സർ പറഞ്ഞുണ്ട്. അതൊക്കെ അതിന്റെ ബേസിൽ എന്തുണ്ടാവും? അതിന്റെ സ്പീഡ് ഉണ്ടാവും. ഓക്കെ, ദ ടേംസ് പ്രോസസ്സർ, CPU ആൻഡ് മൈക്രോ പ്രോസസ്സർ ആർ കോമൺലി ലിങ്ക്ഡ്. ഓക്കെ, ദ പ്രോസസ്സറിനുള്ള വേർഡും CPU-നുള്ള വേർഡും മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ, നമ്മൾ CPU എന്ന് പറഞ്ഞ് മെയിൻ ആയിട്ട് എയിം ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? പ്രോസസ്സറിനെ തന്നെയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ CPU റൈറ്റ് നോട്ട്സ് ആർ CPU എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്രോസസ്സറിനെ കുറിച്ചുള്ളതാണ്. പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ integrated electronic circuit ആണ്. Okay, അപ്പോൾ first one, it's a processor. It is an integrated electronic circuit that performs the calculations that run a computer. Then processor വേറെ എന്തൊക്കെ പണിയാണ് ചെയ്യുന്നത്? A processor performs arithmetical, logical input and output unit and other basic instructions that are passed from an operating system. Then most other processors depend on the operation of a processor. The terms processor, CPU and microprocessor are commonly linked. ഈ മൂന്ന് വേർഡിങ് എന്ത് തന്നെയാണ് മീൻ ചെയ്യുക? പ്രോസസ്സർ എന്ന് തന്നെയാണ് മീൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇനി പ്രോസസ്സറിലുള്ള മെയിൻ ഐറ്റംസ് എന്തൊക്കെ എലിമെന്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. ദ ബേസിക് എലിമെന്റ്സ് ഓഫ് എ പ്രോസസ്സറിൽ നമുക്കറിയാം പ്രോസസ്സർ തന്നെയാണ്. പ്രോസസ്സറിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രോസസ്സറിന്റെ ഒരു സെക്ഷൻ എന്താണ്? ALU ആണ്. ഓക്കെ, അതാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ടഫ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി മാത്സിനൊക്കെ കുറച്ച് സ്പീഡായിട്ടും അക്കോറായിട്ടും ആൻസർ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു യൂണിറ്റ് ഉണ്ട്. അത് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ആണ്. ഓക്കെ, ALU എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാനും, ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസിന്റെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് കളഞ്ഞിട്ട് കുറേ വാല്യൂസ് ഒക്കെ വരാനല്ല, അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ സെപ്പറേറ്റ് ഒരു യൂണിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ഈസ് ഓൾസോ നോൺ ആസ് മാത്ത് കോ പ്രോസസർ ആർ ന്യൂമറിക് കോ പ്രോസസർ. ഓക്കെ, പിന്നെ അതിനകത്ത് കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്, ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. എഗൈൻ എന്താണ്? എഗൈൻ ഒരു ക്യാച്ച് മെമ്മറി ഉണ്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ അരിത്തമെറ്റിക് ലോജിക് എന്തൊക്കെ എലിമെന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ ALU ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇറ്റ് ഈസ് പെർഫോം ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ ഓൺ ദ ഓപ്പറൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഒരു ALU വെച്ചിട്ടുണ്ട്. ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു FU വെച്ചിട്ടുണ്ട്, FPU വെച്ചിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ഇതിന് ഇന്നൊരു പേരുണ്ട്, മാക്സ് കോ പ്രോസസർ എന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ത് പറയാം? പ്രോസസറിന്. ഓക്കെ, ദെൻ ഇതെന്താണ്? ഈ സ്പെഷ്യലൈസ്ഡ് കോ പ്രോസസർ ദാറ്റ് മാനിപ്പുലേറ്റ്സ് നമ്പർ മോർ ദാൻ ക്വിക്ലി ദാൻ ബേസിക് മൈക്രോ പ്രോസസ് സർക്യൂട്ടറി ടൈം. ഓക്കെ, നിങ്ങൾ അത്രയ്ക്ക് എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾ ഈസി മെക്കല്ലേ, നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇറ്റ് ഈസ് ഹാൻഡിൽ ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എഴുതിയാലും ശരിയാണ്, തെറ്റൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഉള്ളത് രജിസ്റ്റേഴ്സ്. രജിസ്റ്റർ ഇറ്റ്സ് ലൈക്ക് സെയിം എസ് എ മെമ്മറിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് വിച്ച് ഹോൾഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതർ ഡേറ്റ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ റാം റോം എന്ന് പറയുമ്പോൾ അതിന്റെ മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? 1 GB, 2 GB, 8 GB അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക റാം ഒക്കെ. പക്ഷെ രജിസ്റ്റേഴ്സിന്റെ മെമ്മറി എന്ന് പറയുന്നത് ടിന്നി സൈസ് ആണ്, ചെറിയ സൈസ് ആണ്. ഓക്കെ, എങ്ങനെയാണ്? 100 KB, 120 KB, കിലോ ബൈറ്റ്സിലാണ് ഉണ്ടാവുക, ചെറിയ KBs ആണ്. ഓക്കെ, അപ്പൊ ചെറിയ മെമ്മറിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും പ്രോസസ്സർ? രജിസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, രജിസ്റ്റേഴ്സ് വിച്ച് ഹോൾഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതർ ഡേറ്റ. ഓക്കെ, രജിസ്റ്റേഴ്സ് ആണ് എന്ത് പറയാ പ്രോസസ്സറിന് ഡേറ്റ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, registers which hold the instructions and other data. Registers supply the operands to ALU and store the result of operations. Okay, then ഇന്നലെ നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നല്ലേ? ഓക്കെ, ഇത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താണ് ഉണ്ടാവുക? പ്രോസസ്സറിന്റെ മെയിൻ മെമ്മറി എങ്ങനെയാണ് എടുക്കുക? പ്രോസസ്സർ ഉണ്ടാവും. ദെൻ പ്രോസസ്സർ ആരെടുത്താണ് ഡേറ്റ ചോദിക്കുക? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ പറഞ്ഞാലും മതി. പ്രോസസ്സർ ആരെടുത്താണ് ഡേറ്റ ചോദിക്കുക? റാം എന്ന് പറയുന്നത് ആരാണ്? റാം എന്ന് പറയുന്നത്
പ്രൈമറിയിലാണ് ഡേറ്റ ചോദിക്കുക. ഓക്കെ, സോ പ്രൈമറിന്റെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? പ്രോസസ്സറിന് കൊടുക്കും അല്ലെ. അപ്പൊ പ്രൈമറിന്റെ കയ്യിൽ ഇല്ലെന്ന് വെച്ചാൽ പ്രൈമറി ആരുടെ ചോദിക്കുക? സെക്കൻഡറിന്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, ഇതാണ് ആക്ച്വൽ പ്രോസസ്. അപ്പൊ നമ്മൾ പ്രോസസ്സറിന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്? കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, പ്രോസസ്സർ ഡയറക്റ്റ് ആയിട്ട് പ്രൈമറി എടുത്ത് ചോദിക്കൂല. പ്രോസസ്സർ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ ക്യാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി എടുത്താണ് ചോദിക്കുക. ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, പ്രീവിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ക്യാച്ചിൽ ഉണ്ടാവുക. ക്യാച്ച് എന്ന് പറയുന്നത് ബിഗ് മെമ്മറി അല്ല, കൂടിപ്പോയാൽ എന്താണ് ഒരു 100 KB, ഒരു 1000 KB അങ്ങനെയുള്ള രീതിയിലാണ് ക്യാച്ച് ഉണ്ടാവുക. അപ്പൊ അതിന് ബൾക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. ഓക്കെ, റീസെന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ പ്രോസസർ ഫസ്റ്റ് ആരടുത്താണ് പോവുക? ക്യാച്ചിനടുത്താണ് പോവുക. ഓക്കെ, അപ്പൊ അത് റീസെന്റ് ആയിട്ട് എക്സിക്യൂട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാച്ച് എന്ത് ചെയ്യും? ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. ഇല്ലെങ്കിൽ പ്രോസസർ എങ്ങോട്ട് പോകും? പ്രൈമറിയിലേക്ക് പോകും. ക്ലിയർ? സോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്പീഡായിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്യാച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ബേസിക് എലിമെന്റ്സിൽ ALU ഉണ്ട്, FPU ഉണ്ട്, എഗൈൻ എന്താണ് രജിസ്റ്റേഴ്സ് ഉണ്ട്, എഗൈൻ എന്താണ് ക്യാച്ച് മെമ്മറി. രണ്ട് ക്യാച്ച് മെമ്മറിയാണ് വെച്ചിട്ടുള്ളത്, L1 and L2 ക്യാച്ച് മെമ്മറി. Their inclusion in the CPU save the times to get the data from random access memory. Okay, ഈ റാമറ്റ് ഉണ്ട് ഡേറ്റ ഫെച്ച് ചെയ്യുന്നതിനെ കൂടി സ്പീഡുതലായിട്ട് എവിടെ ഉണ്ട് ഡേറ്റ ഫെച്ച് ചെയ്യും? ക്യാച്ചിന്റെ കയ്യിൽ ആ ഡേറ്റ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡുതലായിരിക്കും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5 മിനിറ്റ്സിൽ എടുക്കുന്ന റാമറ്റ് ആൻഡ് അസസ് ചെയ്യുന്ന ഡേറ്റ സപ്പോസ് ക്യാച്ചിൽ ആ ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഒരു 2 മിനിറ്റ്സിൽ തന്നെ ആ ഡേറ്റാസിനെ ഫെച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെ എലിമെന്റ്സ് ആണ് പ്രോസസറിലുള്ളത്? ALU ഉണ്ട്, FPU ഉണ്ട്, അഗൈൻ എന്താണ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അഗൈൻ അനദർ വൺ എന്താണ് ക്യാച്ച് മെമ്മറി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എലിമെന്റ്സ് എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ടെന്നുള്ളത് ക്ലിയർ ആണോ? എസ് ആണോ നോ ആണോ? എന്തല്ല? ഓക്കെ, ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പോയിട്ട് ചോദിക്കാം എന്തൊക്കെ സാധനങ്ങളാണുള്ളത്. പറ, എന്തൊക്കെ എലിമെന്റ്സ് ആണുള്ളത്? FP എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 എന്ന് പറയുന്നത് എന്താണ്? ഹോൾ നമ്പർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ആര് മെയിൻറ്റെയിൻ ചെയ്തോളും? ALU മെയിൻറ്റെയിൻ ചെയ്യും. സപ്പോസ് ഞാൻ 1.026262626 ഇങ്ങനെ കൊടുത്ത ഒരു നമ്പർ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ആണ്. ഫ്രാക്ഷണൽ വാല്യൂവിനാണ് നമ്മൾ ഫ്ലോട്ടിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? FPU ആണ്. ക്ലിയർ ആണോ? ഫ്രാക്ഷണൽ വാല്യൂന്റെ ഓക്കെ, ക്ലിയർ ആയ? യെസ്. ഓക്കെ, floating point unit is also known as math coprocessor or numeric coprocessor, specialized coprocessor that manipulates number more quickly than basic microprocessor circuitry. Okay, then next എന്താണ്? അപ്പൊ ബേസിക് യൂണിറ്റ്സ് എന്തൊക്കെ എഴുതണം? ALU, FPU, then ബാക്കിയുള്ള 2 യൂണിറ്റ് രജിസ്റ്റേഴ്സ്, ഓക്കെ, 2 ക്യാച്ച് ഉണ്ടല്ലോ. എന്തൊക്കെ ക്യാച്ച് ആണ്? L1 and L2 ക്യാച്ച്. ഓക്കെ, ദെൻ ഇതിന്റെ മദർ ബോർഡിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്നലെ നോക്കിയതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ, ഞാൻ സൂം ചെയ്തിട്ട് എന്ത് ചെയ്യും? പോർഷൻസ് കാണിക്കും. നിങ്ങൾ ചാറ്റ് ബോക്സിൽ അതിന്റെ ആൻസർ പറയും. ഓക്കെ, ഈ സ്ലോട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്ലോട്ട് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഈ സ്ലോട്ടിൽ എന്താണ് ഉണ്ടാവുക? പ്രോസസർ ആണ് ഉണ്ടാവുക. ഗുഡ്, നിഖിൽ ദാസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ വെച്ചിട്ടുണ്ടാവുക? പ്രോസസർ ആണ് വയ്ക്കുക. ഓക്കെ, ഈ 2 ബ്ലൂ കളറിലുള്ള സ്ലോട്ട് എന്തിന്റെ സ്ലോട്ടാണ്? റാം സ്ലോട്ട്. ഗുഡ്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ്? PCI സ്ലോട്ട് ആണ്, പെരിഫറൽ ഡിവൈസിന്റെ സ്ലോട്ട് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ബോയ്സ് ഒക്കെ എന്ത് പറയും? നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഗെയിംസ് ഒക്കെ കളിക്കണമെന്ന് വിചാരിച്ചോ, ഈ വൈസിറ്റി അല്ലെങ്കിൽ EA-Sport ഒക്കെ ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കണം എന്ന് വിചാരിക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യൂല. അപ്പൊ നമ്മൾ എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഗ്രാഫിക്സ് കാർഡ് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. ഗുഡ്, നിഖിൽ ദാസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഈ PCI സ്ലോട്ടിലാണ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാ ഹാർഡ്വെയർസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? ഈ PCI സ്ലോട്ടിലാണ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, എഗൈൻ എന്താണ്? ഇത് CMOS ബാറ്ററി ആണ് അല്ലെ. CMOS ബാറ്ററി എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ CMOS ബാറ്ററി ഫെയിൽ ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഓൺ ചെയ്ത് വന്ന പാടെ നമുക്ക് മനസ്സിലാവും അവിടെ CMOS ബാറ്ററി ഫെയിൽ ആണോ, ഓക്കെ ആണോ, അല്ല CMOS ബാറ്ററി പോയതാണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? ഓക്കെ, ടൈം നിങ്ങൾക്ക് ഓക്കെ
പ്രോപ്പർ ടൈം കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. സപ്പോസ് ടൈം പഴയ ടൈമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവണം എന്ത് അതിൽ CMOS ബാറ്ററി ഫെയിൽ ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ഈ പ്രൊസസ്സർ ഹീറ്റ് കുറേ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറേ രജിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. സാർ ആ ബാറ്ററി എങ്ങനെയാ നമുക്ക് ഫിറ്റ് ചെയ്യാ? ഇപ്പൊ അടുത്ത യൂണിറ്റ് സോൾഡറിങ് ഉപയോഗിച്ചാ? ഇല്ലടാ, ഇത് ചിപ്പാണ്, മെഷീൻ ഫിറ്റിംഗ് ആണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മദർ ബോർഡ് തിരിച്ചു നോക്കുമ്പോൾ അതിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് വരച്ച് വെച്ചിട്ടുണ്ടാവും. അതല്ല, അപ്പൊ അത് Okay. ഇത് വെടുക്കായാലോ? ബാറ്ററി മാറ്റാൻ പറ്റുമോ? ഈ ബാറ്ററി സോൾഡറിങ് അല്ല, വെറുതെ നമ്മള് വാച്ചിലൊക്കെ ഫിറ്റ് ആക്കിയിട്ടുണ്ടാവില്ലേ ഹോൾഡർ, വാച്ചിന്റെ ബാക്ക് സൈഡ് കണ്ടിട്ടുണ്ടോ? ആ ആ വാച്ചിലുള്ള സെല്ലിന്റെ ഒരു വലിയ സൈസിൽ തന്നെയാണ് ഉണ്ടാവും. ഒരു ₹1 കോയിന്റെ സൈസിലാണ് ഉണ്ടാവുക. ആ ഓക്കെ. അത് നമ്മൾ കൈവച്ച് തന്നെ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ എന്താണ്, മെഷീൻ ഫിറ്റിംഗ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ നോക്കാൻ പോകുന്ന വെച്ചാല് മെമ്മറിന്റെ പോർഷൻസ് ഞാൻ ഒന്നുകൂടി ഇതിൽ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് അബൌട്ട് മെമ്മറി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് മെമ്മറി, പക്ഷെ കുറച്ച് ഞാൻ സ്പീഡായിട്ട് പോകാം കേട്ടോ ഇത്. ഓക്കെ, അപ്പോ മെമ്മറി എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം. മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, മെമ്മറി ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ എലിമെന്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം because without it computer cannot perform a single task. നമുക്ക് ഓൾറെഡി അറിയാം, they have two basic type of memories are there. One is primary memory and another one is secondary memory. Primary മെമ്മറിയിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ്? RAM and ROM ആണ് primary memory. ഓക്കെ, then secondary മെമ്മറിയിൽ എന്താണ്? കുറേ secondary memories ഉണ്ട്. ഹാർഡ് ഡിസ്ക്, again എന്താണ്, CD, DVD, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ ക്ലിയർ ആണോ? മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? It is used to store the data and instruction. They have two basic types of memories are there. One is primary memory, another one is secondary memory. Primary memory രണ്ടെണ്ണം ഉണ്ട്. എന്താണ്? RAM and ROM ആണ്. Secondary memory കുറേ ടൈപ്സ് ഉണ്ട്. എന്താണ്? HD, CD, again DVD, again എന്താണ്, പെൻ ഡ്രൈവ്, എക്സെട്ര. ഓക്കെ, again എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് മെയിൻ ടേംസ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് വോൾട്ടൈൽ ഒന്ന് വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. then another one is non volatile എന്ന് പറയാം. ഓക്കെ, വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ അതിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്തെന്ന് വെച്ചോ, വി ക്യാൻ ചേഞ്ച് ഓർ മോഡിഫൈ ദ ഡേറ്റ. ഓക്കെ, then non volatile എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ we cannot change or modify the data. Okay, cannot change or modify the data. Okay, volatile memory എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, പെൻഡ്രൈവ് വോളറ്റൈൽ മെമ്മറിയാണ്. അത് നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു പെൻഡ്രൈവ് തന്നു. ഓക്കെ, അപ്പൊ പെൻഡ്രൈവിൽ ഞാൻ കുറെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് തന്നു നിങ്ങളുടെ കയ്യിൽ. പക്ഷെ ആ ഡേറ്റാസിന് നിങ്ങൾക്ക് റീഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ മോഡിഫൈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് എന്ത് മെമ്മറിയാണ്? നോൺ വോളറ്റൈൽ മെമ്മറി. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു പെൻഡ്രൈവ് തന്ന് അതിലുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം, അതിലുള്ള ചേഞ്ച് ചെയ്യാം, എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്താൽ അത് എന്ത് ടൈപ്പ് മെമ്മറിയാണ്? വോളറ്റൈൽ മെമ്മറിയാണ്. മനസ്സിലായ? വോൾട്ടൈല് നോൺ വോൾട്ടൈല് മനസ്സിലായി. മനസ്സിലായിട്ടില്ല? Yes, ഒരു sir. ഡേറ്റ ആയി. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം തന്നു, ഞാൻ ഒരു എന്താണ്, ഒരു പെൻഡ്രൈവ് തന്നു. ആ പെൻഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിൽ എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ നിങ്ങൾ എന്തൊക്കെയോ ശ്രമിക്കുകയാണ്, പക്ഷെ അത് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വോളറ്റൈൽ മെമ്മറി. സെയിം ടൈം എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് നോൺ വോളറ്റൈൽ ആണ്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു പെൻഡ്രൈവ് തന്നു, അതിലുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. ഓക്കെ, ഡേറ്റ എഡിറ്റോ മോഡിഫൈ ചെയ്യാനോ പറ്റിയാൽ അത് വോളറ്റൈൽ ആണ്.
മോഡിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതെന്താണ്? നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ നമുക്കറിയാം പ്രൈമറി മെമ്മറിയിൽ 2 മെമ്മറീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് റാം ആണ്, ഇന്നൊന്ന് റോം ആണ്. റാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം അക്സസ് മെമ്മറി ആണ്. റാൻഡം അക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ അതിലുള്ള ഡേറ്റാസ് കണ്ടിന്യൂസ് ആയിട്ട് എന്താവും? ചേഞ്ച് ആവും അല്ലെ? പ്രോസസർ എന്തൊക്കെയാണോ ചോദിക്കുന്നത് ആ ഡേറ്റാസ് ഒക്കെ അത് എന്ത് ചെയ്യും? റാമില് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയി വരും. ഓക്കെ, ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗൂഗിൾ ക്രോം റണ്ണിങ്ങിലായിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ പ്ലേ ചെയ്യുന്ന മൂവി റണ്ണിങ്ങിലായിരിക്കും. ഒരു പ്രാവശ്യം എന്തായിരിക്കും? വാട്സപ്പ് റണ്ണിങ്ങിലായിരിക്കും. ഒരു പ്രാവശ്യം ഫേസ്ബുക്ക് റണ്ണിങ്ങിലായിരിക്കും. അങ്ങനെ ഒவ்வொரு സാധനങ്ങളും എന്താണ്? യൂസറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവിടെയുള്ള ഡേറ്റാസ് കണ്ടിന്യൂസ് ആയിട്ട് എന്താവും? ചേഞ്ച് ആവും. സോ റാം ഇസ് എ വോളറ്റൈൽ മെമ്മറി. സെയിം ടൈം റീഡ് ഓൺലി മെമ്മറി. റോം ഈസ് എ നോൺ വാലറ്റൈൽ. ഓക്കെ, റോം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോഴോ കമ്പനി സൈഡിലുണ്ട് തന്നെ ആ ചിപ്പിൽ കുറച്ച് ഡേറ്റാസ് ഫിറ്റ് ചെയ്യും. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഡേറ്റാസിനെ നമുക്ക് എന്ത് വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റൂല? മോഡിഫൈ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇത് എംബഡഡ് ലെവൽ ചിപ്പിംഗ് ആണ്. എംബഡഡ് ലെവൽ ചിപ്പ് എന്നാണ് പറയുക. ഓക്കെ, ഈസിലുള്ള ആൾക്കാർക്ക് അറിയോന്ന് അറിയില്ല. എംബഡഡ് ചിപ്പ് എന്നാണ് പറയുക. എംബഡഡ് ചിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടില് എന്താ പറയാ, റെഫ്രിജറേറ്റർ ഉണ്ടല്ലേ, ഫ്രിഡ്ജ് ഉണ്ടല്ലേ, വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാവും, എഗൈൻ വാഷിംഗ് മെഷീൻ ഉണ്ടാവും അല്ലെ? അപ്പോ ഇത് ഫ്രിഡ്ജ് എപ്പോഴും നമ്മൾ ഓൺ ചെയ്താണ് വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഓൺ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ശരിയായ? ശരിയായ ഇപ്പോ? ഓക്കെ. അപ്പൊ നമ്മൾ വീട്ടിൽ റെഫ്രിജറേറ്റർ വാങ്ങിച്ചു വെക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഫുൾ ടൈം ഫ്രിഡ്ജ് ഓൺ ചെയ്താണോ വെക്കല്? ഫുൾ ടൈം ഓൺ ചെയ്താണോ വെക്കല് അല്ലെ? അപ്പൊ അത് കൂളിംഗ് ഓഫ് ആവുമ്പോൾ എന്താവും? കൂളിംഗ് കുറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? ഓൺ ആവും. എഗെയിൻ കൂളിംഗ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? അത് ഓഫ് ആവും. അങ്ങനല്ലേ? അങ്ങനല്ലേ? ഇല്ല, നമ്മളാണോ കൂളിംഗ് കുറഞ്ഞ പാടെ നമ്മളാണോ പിന്നും പോയി ഓൺ ചെയ്യണത്? അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രോഗ്രാം ചെയ്ത ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എംബഡഡ് ചിപ്പ് എന്ന് പറയുക. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? അതിന്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യും. ഓക്കെ, അതിന്റെ ലോ ലെവൽ ടെമ്പറേച്ചറിലേക്ക് പോയതും ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ചെയ്യാനുള്ള പെർമിഷൻ ആ ചിപ്പ് പറയും. ഓക്കെ, അപ്പൊ അത് ഓൺ ചെയ്യും. പിന്നെ ടെമ്പറേച്ചർ കൂടിയ പാടെ അത് എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനെ ഓഫ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? എംബഡഡ് ചിപ്പ് എന്ന് പറയുക. അങ്ങനെ ഒരു ഇതിലാണ് റോം വരിക. ഓക്കെ, റോം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാല് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ അറിയാം പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയിൽ റോം ഉണ്ട് നമുക്ക്. ഓക്കെ, പക്ഷേ റോമിന്റെ പ്രശ്നം എന്താണ്? നമുക്ക് പവർ ഓഫ് ആയി പോയാൽ എന്തായി പോവും? റാമിന്റെ പ്രശ്നം എന്താണ്? പവർ ഓഫ് ആയി പോയാൽ റാമിൽ എന്ത് സംഭവിക്കും? അതിലുള്ള ഡേറ്റാസ് ഒക്കെ എന്തായി പോവും? ഡിലീറ്റ് ആയി പോവും. ഡെലിറ്റ് ആയി പോകും. അപ്പൊ സിസ്റ്റം എഗെയിൻ ആണായി വരണ്ടേ? ആണായി വരാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോസസ്സറിന് കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? ഡീഫാൾട്ട് ആയിട്ട് സിസ്റ്റം ഓൺ ചെയ്ത് വരാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എവിടെയാണ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? റോമിലാണ് വെച്ചിട്ടുണ്ടാവുക. അത് എന്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഡെലിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റൂല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിസ്റ്റം ഓൺ ചെയ്ത് വരുമ്പോൾ അവിടെ കുറെ സ്ക്രീൻ കാണിക്കാനല്ലേ? ബൂട്ട് F1 F2 ബട്ടൺ പ്രസ് ചെയ്താൽ ഇങ്ങനെ വരും. ഒരു ബ്ലാക്ക് സ്ക്രീൻ ഒക്കെ കാണാല്ലേ സിസ്റ്റം ഓൺ ചെയ്ത് വരുമ്പോൾ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ബ്ലൂ സ്ക്രീനോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ആ സ്ക്രീനാണ് എന്താണ്? അവർ റോമിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. മനസ്സിലായ? സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്, സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻസ്, ഈ ഫുൾ ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? റോമിലാണ്. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായ? നമുക്ക് പ്രൈമറി മെമ്മറിയിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് റാം ആണ്, അത് വോളറ്റൈൽ ആണ്. വി ക്യാൻ മോഡിഫൈ ഓർ വി ക്യാൻ ഡെലിറ്റ് ഓർ മോഡിഫൈ ദ ഡേറ്റ. അനദർ വൺ ഈസ് വാട്ട്? റോം ആണ്. റോം എന്ന് പറയുന്നത് എന്താണ്? റീഡ് ഓൺലി മെമ്മറി ആണ്. ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ മെമ്മറി ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വി കാൺ ചേഞ്ച് ഓർ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ. ഓക്കെ, വൺസ് ഡെവലപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ എന്താണോ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഇൻഫർമേഷൻസ് തന്നെയാണ് അറ്റ് ലാസ്റ്റ് വരെ അതിൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? ടൈപ്സ് ഓഫ് മെമ്മറിയിൽ നോക്കാം. പ്രൈമറി ടൈപ്സ് ഓഫ് മെമ്മറിയിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് റാം ആണ്, ಇನ್ನೊಂದು എന്താണ്? റോം ആണ്. ഓക്കെ, റാമിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? SRAM ആണ്. അനദർ വൺ ഈസ് DRAM. ഓക്കെ, SRAM സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാറ്റിക് റാം, DRAM സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് റാം. ഓക്കെ, ക്ലിയർ ആണോ? ടൈപ്പ് ഓഫ് മെമ്മറിയിൽ 2 പ്രൈമറി മെമ്മറി ഉണ്ട്. ഒന്ന് റാം ആണ്, അനദർ വൺ ഈസ് എന്താണ്? റോം ആണ്. ഓക്കെ, അപ്പോൾ റാമിൽ 2 ടൈപ്പ് എന്തൊക്കെയാണ്? SRAM ആണ്, അനദർ വൺ ഈസ് എന്താണ്? DRAM ആണ്.
ക്ലിയർ ആയ? റോമിൽ 3 ടൈപ്പ് ഉണ്ട്, പി റോം, ഇ പി റോം, ഇ പി റോം. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞുതരാം. ടൈപ്പ് മനസ്സിലായ? 2 ടൈപ്പ് മെമ്മറീസ് ആണ് ഉള്ളത്, റാം ആൻഡ് റോം. റാം 2 ടൈപ്സ് ആണ്, എസ് റാം, ഡി റാം. ദെൻ അനദർ വൺ ഈസ് റോം. റോം ഈസ് 3 ടൈപ്സ്. എന്തൊക്കെയാണ്? പി റോം, ഇ പി റോം, ഇ പി റോം. ഓക്കെ, ദെൻ ഫസ്റ്റ് ആണ് നമ്മൾ റാമിനെ കുറിച്ച് പഠിക്കാം. റാമിനെ കുറിച്ച് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. റാം എന്ന് പറയുന്നത് എന്താണ്? റാൻഡം അക്സസ് മെമ്മറി. ഓക്കെ, റാം സ്റ്റാൻഡ്സ് ഫോർ റാൻഡം അക്സസ് മെമ്മറി. ഓക്കെ, റാം എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ആരിന്റെ കയ്യിലാണ് ഉണ്ടാവുക? പ്രൊസസർ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ആരിന്റെ കയ്യിലാണ് ഉണ്ടാവുക? റാമിന്റെ കയ്യിലാണ് ഉണ്ടാവുക അല്ലെ? റാം പ്രൈമറി മെമ്മറി അല്ലേ? പ്രൊസസർ ആരെടുത്തിട്ടാണ് ഇൻഫർമേഷൻസ് വാങ്ങിക്കുന്നത്? റാമിന്റെ കയ്യിലുണ്ടാണ്. അപ്പൊ കറണ്ട് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഇൻഫർമേഷൻ ആരിന്റെ കയ്യിൽ ഉണ്ടാവും? ആ ഡേറ്റാസ് ഒക്കെ ആരിന്റെ കയ്യിലാണ് ഉണ്ടാവുക? റാമിന്റെ കയ്യിലാണ്. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ ആണ് ദ റാം ഈസ് വെയർ ദ ഡേറ്റ കമ്പ്യൂട്ടർ ഈസ് വർക്കിംഗ് ഓൺ ഇറ്റ് സ്റ്റോർഡ് വൈൽ ദ കമ്പ്യൂട്ടർ ഈസ് റണ്ണിങ്. കമ്പ്യൂട്ടർ റൺ ആവുന്ന ടൈമിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? റാമിലാണ് ഉണ്ടാവുക. ആക്ച്വലി ദ പ്രോഗ്രാം ഈസ് ആൾസോ ലോഡഡ് ഇൻ ടു എ റാം ബിഫോർ ബീയിങ് എക്സിക്യൂട്ടഡ്. ഓക്കെ, പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യും മുൻപ് ആ ഇൻഫർമേഷൻസ് ഫുള്ളി എവിടെ ലോഡാവും? റാമിൽ ലോഡാവും. ഓക്കെ, thus both program and data is stored in RAM while the program being executed. എന്തൊക്കെ ഡേറ്റാസ് ആണോ, എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ, അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എവിടെ ലോഡ് ആവണം? റാമിൽ ലോഡ് ആയാൽ മാത്രമാണ് അത് പ്രൊസസർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊസസറിന്റെ റാമിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് റാം ഉണ്ടാവുക. ഓക്കെ, സ്ലോട്ടിൽ ഫിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? റാം ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ, ഇപ്പൊ റാം കൂടിയാല് ഫോൺ ഹാങ് ആവൂല എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? ആ ഉണ്ട്. റാം കൂടുമ്പോൾ റാമിന്റെ മെമ്മറി കൂടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ റാം കൂടുമ്പോൾ എന്താണ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ നീ ഒരു 10 GB ഉള്ള ഗെയിം കളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിമിന്റെ സൈസ് എത്രയാണ്? 10 GB ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ 10 GB റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? പറ്റൂല. അത് എവിടെയാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക? നിങ്ങളുടെ ഇന്റേണൽ മെമ്മറിയിലല്ലേ സ്റ്റോർ ആയിട്ടുണ്ടാവുക, അല്ലേ? അപ്പോ ആ ഗെയിം റൺ ആവണമെങ്കിൽ എത്ര GB ഡേറ്റാസ് വേണം? 10 GB ഡേറ്റാസ് വേണം. ആ 10 GB വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഗെയിം സ്പീഡായിട്ട് റൺ ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ചതിന് പ്രകാരം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ആവണമെങ്കിൽ ആ സെക്കൻഡറി നിങ്ങളുടെ മെമ്മറിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും എങ്ങോട്ട് ട്രാൻസ്ഫർ ആവണം? റാമിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ആവണമെന്ന് വെച്ചാല് അപ്പോ നിന്റെ റാം ഇപ്പൊ സപ്പോസ് 8 GB ആണെന്ന് വിചാരിച്ചോ. അപ്പൊ 8 GB എന്ന് പറയുമ്പോൾ ബിഗ് സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഗെയിം റൺ ആവണമെന്ന് പറഞ്ഞാൽ നമുക്ക് 10 GB ഗെയിമിൽ 10 GB വേണ്ടി വരൂല. അതിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് എന്താണ് ഒരു 6 GB മെമ്മറി ഒക്കെ റാമിൽ മതി. അപ്പൊ റാമിൽ എന്താണ്, നീ ഫസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ സപ്പോർട്ടിംഗ് ഫയലൊക്കെ വന്ന് എവിടെ ഇരിക്കും? സപ്പോർട്ടിംഗ് ഫയലൊക്കെ ഫസ്റ്റ് ക്ലിക്കിൽ തന്നെ എവിടെ വന്ന് സ്റ്റോർ ആയിരിക്കും? റാം. ഓക്കെ, പിന്നെ അത് സെക്കൻഡറി മെമ്മറിന് പോകേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായിട്ടില്ല. സെക്കൻഡറി മെമ്മറിന് അപ്പോൾ അതിലുള്ള ടൈം നമുക്ക് സേവ് അല്ലേ? ടൈം നമ്മൾ സേവ് ആക്കിയല്ലേ? അപ്പോൾ പ്രൊസസർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് റാമിൽ വരുമ്പോൾ റാം തന്നെ അങ്ങോട്ട് കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ സിനോറിയോ വെച്ചിട്ട് ഇപ്പൊ നിനക്ക് 8 GB ആയതുകൊണ്ട് ഫുൾ ഡേറ്റാസും നിന്റെ 8 GB റാമിൽ വന്നു. ഓക്കെ, അതൊരു കേസ്. അതേസമയം നീ അവിടെ 1 GB റാമാണ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയി. അപ്പൊ പോയപ്പോ മെമ്മറി പറഞ്ഞ് ഈ ഗെയിം പ്ലേ ചെയ്യണമെങ്കിൽ ഇത് എന്റെ കയ്യിൽ 10 GB ഡേറ്റ ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും? അപ്പൊ റാം എന്ത് പറയും? ഓക്കെ, 10 GB ഡേറ്റ ആണെങ്കിൽ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ വേണ്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ട് പറയും. ഓക്കെ, അപ്പൊ ആവശ്യമുള്ള ഡേറ്റാസ് മാത്രമാണ് വാങ്ങിച്ചിട്ട് റാം വരിക. എഗൈൻ നീ വേറെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, ചില ഹൈ ഇതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കും, സ്ട്രക്ക് ആവും. അതിന്റെ റീസൺ ഒക്കെ എന്താണ് മനസ്സിലായോ ഇപ്പോ? അപ്പൊ എന്ത് ചെയ്യും? റാമിന്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ള സമയം എടുക്കും. അപ്പൊ റാം ആരെടുത്ത് പിന്നെ പോയി ചോദിക്കും? ഹാർഡ് ഡിസ്കിനടുത്ത് പോയി ചോദിക്കും. ഹാർഡ് ഡിസ്ക് പിന്നെ എങ്ങോട്ട് കൊണ്ടുവരും? റാമിൽ കൊണ്ടുവരും. എഗൈൻ റാം എന്ത് ചെയ്യും? പ്രൊസസർ വെച്ച് പ്രൊസീഡ് ആക്കും. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സമയം വേണ്ടി വരും. അങ്ങനെയാണ് ഈ റാം കുറയുന്ന സാധനങ്ങളൊക്കെ സ്ലോ ആയിട്ട് പോണത്. ക്ലിയർ ആയാ? എന്റെ സമയം പോയി കേട്ടാ.
ഓക്കെ, അപ്പൊ റാമിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. എഗൈൻ റാമിന്റെ പ്രശ്നം പറയുന്നുണ്ട്. റാം എന്താണ് പ്രശ്നമാവുക? റാം എപ്പോഴാണ് ക്ലിയർ ആവുക? റാം ഈസ് ടിപ്പിക്കലി ക്ലിയർഡ് വെൻ എവർ ദ കമ്പ്യൂട്ടർ ഈസ് റീസെറ്റ് ആർ ഷട്ട് ഡൗൺ. ഓക്കെ, നമ്മൾ സിസ്റ്റത്തിനെ ഷട്ട് ഡൗൺ ചെയ്താലോ റീസെറ്റ് ചെയ്താലോ റാമിലുള്ള ഡേറ്റാസ് ഒക്കെ എന്തായി പോവും? ലോസ്റ്റ് ആയി പോവും. എന്തുകൊണ്ടാണ് ലോസ്റ്റ് ആയി പോണേ? ആ കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് ലോസ്റ്റ് ആയി പോണേ? റാമിൽ ഡേറ്റാസ് സ്റ്റോർ ആയി നിൽക്കണമെങ്കിൽ റാമിന് എന്താണ് ആവശ്യം? പവർ വേണം. അപ്പൊ റീസെറ്റ് ചെയ്യുമ്പോഴോ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴോ എന്തായി പോവും? ഒരു സർട്ടൻ ടൈമിൽ എന്താവും? പവർ ഓഫ് ആയി പോവും അല്ലെ? അപ്പൊ പവർ ഓഫ് ആകുമ്പോൾ തന്നെ അതിലുള്ള ഡേറ്റാസ് ഒക്കെ എന്തായി പോവും? ഡെലിറ്റ് ആയി പോവും. ക്ലിയർ ആണോ? യെസ് ആണോ നോ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. എഗൈൻ അതിൽ എന്താണ്? 2 ടൈപ്സ് ഓഫ് റാം ഉണ്ട്. ഒന്ന് എന്താണ്? ഡൈനാമിക് റാം ആണ്. അനദർ വൺ ഈസ് എസ് റാം. ഓക്കെ, ഡി റാം എത് വെച്ച് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ടിന്നി കപ്പാസിറ്റേഴ്സ്, ചെറിയ കപ്പാസിറ്റേഴ്സ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഡി റാം. ഓക്കെ, കൺസ്ട്രക്റ്റഡ് ഓഫ് ടിന്നി കപ്പാസിറ്റേഴ്സ് ദാറ്റ് ലീക്ക് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതൊരു ചെറിയ ഇലക്ട്രിസിറ്റി ലീക്ക് ചെയ്യും. അതിന്റെ ബേസിലാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതും എഗൈൻ എന്താണ് ഡെലിറ്റ് ആവുന്നതും ആ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഡി റാം എന്ന് പറയുന്നത് ഡി റാം കൺസ്ട്രക്റ്റഡ് ഓഫ് ടിനി കപ്പാസിറ്റേഴ്സ് ദാറ്റ് ലീക്ക് ഇലക്ട്രിസിറ്റി. ഓക്കെ, എസ് റാം എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റഡ് ഓഫ് സ്മാൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എസ് റാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 5 പോയിന്റ്സ് പഠിച്ചു വെച്ചോ. ഡി റാം നമ്മൾ ഏത് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ചെറിയ ടിന്നി കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എസ് റാം ഏത് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, എഗൈൻ ഡി റാമില് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് മതി? കുറച്ച് ഡേറ്റ മതി. റിക്വസ്റ്റ് റീചാർജ് എവറി ഫ്യൂ മില്ലി സെക്കൻഡ്സ് ടു മെയിൻറ്റെയിൻ ദ ഡേറ്റ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്ത് മതി? ചെറിയ പവർ മതി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലുള്ള ഡേറ്റാസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എസ് റാമിന്റെ പ്രശ്നം വെച്ചാണ് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ വേണം. ഓക്കെ, ഒരു ചെറിയ ഇന്ററപ്റ്റ് ആയാലും എന്തായി പോകും? അതിലുള്ള പവർ ഒക്കെ, അതിലുള്ള ഡേറ്റാസ് ഒക്കെ ലോസ് ആയി പോകും. ഹോൾഡ് ഇറ്റ്സ് കണ്ടന്റ് as long as the power is available. ഡി റാം എന്ന് പറയുന്നത് എന്താണ്? ഇൻഎക്സ്പെൻസീവ് ആണ്. എസ് റാം എന്താണ്? എക്സ്പെൻസീവ് ആണ്. ഡി റാം എന്ന് പറയുന്നത് എസ് റാമിനെ കൂടി സ്ലോ ആണ്. എസ് റാം എന്ന് പറയുന്നത് എന്താണ്? ഫാസ്റ്റർ ദാൻ ഡി റാം ആണ്. ഓക്കെ, ദെൻ ക്യാൻ സ്റ്റോർ മെനി ബിറ്റ്സ് പെർ ചിപ്പ്. ഇതിൽ ഡേറ്റാസ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. കനോട്ട് സ്റ്റോർ മെനി. ഇതിൽ എന്താണ്? എസ് റാം എന്ന് പറയുന്നത് ചെറിയ സൈസ് ആണ്, ക്യാച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൽ അധിക ഡേറ്റാസ് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. ഡി റാം ഓൾറെഡി പഠിച്ചിരുന്നു. അതിന് എന്താണ്? കുറച്ച് ഡേറ്റ മതി ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ. സോ യൂസ് ലെസ് പവർ. എസ് റാം റിക്വയർസ് യൂസ് മോർ പവർ. ഓക്കെ, generate less heat, generate more heat. Then DRAM it's mainly used for main memory. SRAM-നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്യാച്ച് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, പ്രോസസ്സറിൽ ക്യാച്ച് ഉണ്ടല്ലേ, ആ ക്യാച്ച് ഏത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ SRAM വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 5 പോയിന്റ്സ് പഠിച്ചു വെച്ചോ. അപ്പൊ ഡി റാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എന്താടാ? 2 റാമും നമ്മളെ ഫോണിലുണ്ടാവോ? ഫോണില് സാധ്യത എസ് റാം ഡി റാം വേണ്ടി വരും. പ്രൊസസ്സർ ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വേണം. നിങ്ങൾ ഫോണിൽ ചിലപ്പോൾ ക്യാച്ച് ക്ലിയർ ഒക്കെ കൊടുക്കാം അല്ലേ? ക്യാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ആ ക്യാച്ച് ഒക്കെ എവിടെയാണ്? ഏതാണ്? എസ് റാം ആണ്. മനസ്സിലായ? റീസെന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത സാധനങ്ങളാണ് ക്യാച്ച് ഉണ്ടാവുക. അറിയാമല്ലേ? അതാണ് എസ് റാമിൽ ഉണ്ടാവുക. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 5 ഡിഫറൻസ് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ റോം ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലെ? റോമിൽ എന്താണ്? സിസ്റ്റത്തിന് വേണ്ട ക്രൂഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ബിക്കോസ് സിസ്റ്റം ഓൺ ചെയ്ത് വരണം. അപ്പൊ ഓൺ ചെയ്ത് വരാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? റോമിൽ. എന്താണെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻസ് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ ഡെലിറ്റ് ഒന്നും ചെയ്യാനും പറ്റൂല. എഡിറ്റോ ഡെലിറ്റോ ചെയ്യാൻ പറ്റൂല. സോ റോം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്? സ്റ്റോർ ക്രൂഷ്യൽ ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. ഓക്കെ, ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതിൽ നമ്മളെല്ലാം സ്റ്റോർ ചെയ്യല് ആരാണ് സ്റ്റോർ ചെയ്യുക? റോമിൽ ആരാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് തന്നിട്ടുണ്ടാവുക? നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ കടന്ന് കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആരാണ് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങളിപ്പോ എന്താണ് ഇപ്പോ ഞാൻ എന്റെ കയ്യിൽ യൂസ് ചെയ്യണത് എന്താണ്?
ഇന്റൽ ബോർഡാണ്. അപ്പൊ ഇന്റൽ ബോർഡ് എന്ന് പറയുമ്പോൾ ഇന്റൽ കമ്പനിയിലുള്ള ഡെവലപ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ കുറെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, സിസ്റ്റം ഓൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ക്രൂഷ്യൽ ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം ലൈക്ക് പ്രോഗ്രാം എസെൻഷ്യൽ ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. ഓക്കെ, സിസ്റ്റം ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ വേണ്ടി വരും. ആ ഇൻഫർമേഷൻസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക? റോമിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക. സ്റ്റോർ ക്രൂഷ്യൽ ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം ലൈക്ക് പ്രോഗ്രാം എസെൻഷ്യൽ ടു ബൂട്ട് ദ സിസ്റ്റം. ഓൾറെഡി വി നോ ദാറ്റ് റോം ഇസ് എ നോൺ വോൾട്ടൈൽ ആണ്. നോൺ വോൾട്ടൈൽ എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? നോൺ വോൾട്ടൈൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഗുഡ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ക്രോം ഒന്നും ഡിലീറ്റ് ആവാൻ പറ്റാത്തല്ലേ? അത് സ്റ്റോർ ആയോണ്ടാ റോമിലേക്ക്? അത് വേറെ കോൺസെപ്റ്റ് ആട്ടാ. ഇതിൽ അങ്ങനെ ആവശ്യമില്ലാത്ത അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കൂല റോമിൽ. സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് ഹാർഡ്വെയർ ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മൾ സിസ്റ്റം ആണായി വരാനല്ലേ? നിനക്കിപ്പോ സിസ്റ്റം ആണായി ഫോൺ ആവണില്ല എന്ന് വിചാരിച്ചോ? ഫോൺ ആവണേ ഇല്ല. ഓക്കെ, ഇപ്പൊ ആൺ ആകുമ്പോൾ ചെറിയ നമ്മൾ സിസ്റ്റത്തിൽ ആൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ കുറെ ലൈൻസ് ഒക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കുറെ റണ്ണൊക്കെ ആവാമല്ലോ. ഈ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ F1 F2 അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിക്കാനല്ലേ? അതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് റോമിൽ. മനസ്സിലായോ? മറ്റേ ഈ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവര് സെപ്പറേറ്റ് എഴുതുന്നതാണ്. നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ ക്രോം ഒക്കെ അത് സെപ്പറേറ്റ് അവർ എഴുതുന്നതാണ്. ഓക്കെ, ഓൾവേസ് റിട്ടേൺ ദ ഡേറ്റ. ഓൾറെഡി പഠിച്ചതാണ്. റോം എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ഇൻ എംബഡഡ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ചിപ്പ് ലെവൽ പ്രോഗ്രാമിംഗ് ആണ്. ചിപ്പിലാണ് പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടാവുക. എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. വേർ ദ നോ ചേഞ്ച്. ഓക്കെ, അതിൽ പ്രോഗ്രാം. ഓക്കെ, ഇതാണ് ഡിവൈസിൽ നമ്മൾ റോം യൂസ് ചെയ്യലുണ്ട്. റോം ഇൻ ഫർദർ ക്ലാസിഫൈഡ് ഇൻ 4 ടൈപ്സ്. എന്തൊക്കെയാണ്? റോം, പി റോം, ഇ പി റോം ആൻഡ് ഇ പി റോം. ഓക്കെ, ഇതോടെ ഞാൻ തീർക്കാം കേട്ടോ. അപ്പൊ 3 ടൈപ്പ് റോം ഉണ്ട്. ഒന്ന് റോം ആണ് കേട്ടോ. then another one is 3 types of ROM. one is P ROM, EP ROM, then EEP ROM. P ROM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. വൺസ് നമ്മൾ അതിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതാണ് P ROM എന്ന് പറയുന്നത്. It can be programmed by user. Once programmed, the data and instruction, it cannot be changed. Okay, അതിന്റെ നെക്സ്റ്റ് ലെവൽ അവർ കുറച്ച് അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിച്ചു. അത് EP ROM ആണ്. ഓക്കെ, എറസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ P ROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. വൺസ് നമ്മൾ അതിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അത് P ROM ആണ്. then EP ROM എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ്. ബട്ട് നമ്മൾ അതിലുള്ള ഡേറ്റാസ് ഡെലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അൾട്രാ വയലറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് അതിലുള്ള ഡേറ്റാസിനെ എറസ്റ്റ് ചെയ്യാം. മനസ്സിലായ? EP ROM എന്ന് പറയുമ്പോൾ അവർ എന്ത് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിലുള്ള ഡേറ്റാസ് ഡെലിറ്റ് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് ലൈറ്റ് യൂസ് ചെയ്യാം. മനസ്സിലായ? ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാം ടു എറസ്റ്റ് ദ ഡേറ്റ ഫ്രം ഇറ്റ്, എക്സ്പോസ് ഇറ്റ് ടു അൾട്രാ വയലറ്റ് ലൈറ്റ് ടു റീപ്രോഗ്രാം ഇറ്റ്, എറസ് ആൾ ദ പ്രീവിയസ് ഡേറ്റ. സപ്പോസ് നമ്മൾ അൾട്രാ വയലറ്റ് ലൈറ്റ് അപ്ലൈ ചെയ്താൽ അതിലുള്ള ഡേറ്റാസ് ഫുൾ എന്തായി പോകും? ഡെലിറ്റ് ആയി പോകും. ക്ലിയർ ആണോ? EP ROM-ൽ അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് ഡെലിറ്റ് ചെയ്യുന്നത്? എന്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ഡെലിറ്റ് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ EEP ROM ആണ്. ഓക്കെ, ഇലക്ട്രിക്കലി എറസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി ആണ്. ഓക്കെ, ഇതിലുള്ള ഡേറ്റാസ് നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് അവർ ഡേറ്റാസ് ഡെലിറ്റ് ചെയ്യുന്നത്? Data can be erased by applying electric field. Okay, electrically erasable. Erasable എന്ന് പറയുമ്പോൾ അൾട്രാ വയലറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാസ് ഒക്കെ ഡെലിറ്റ് ആക്കുന്നത്. ഇലക്ട്രിക്കലി എറസബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? ടു അപ്ലൈയിങ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഏത് ഡേറ്റയാണോ അയക്കാൻ ഡെലിറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ ആ പോർഷനിലുള്ള ഡേറ്റാസ് ഒക്കെ എന്തായി പോകും? ഡെലിറ്റ് ആയി പോകും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. EP ROM-ൽ നമ്മൾ എന്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് ഡെലിറ്റ് ആക്കുക? അൾട്രാ വയലറ്റ്. ഓക്കെ, P ROM-ൽ എന്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് ഡെലിറ്റ് ആക്കുക? P ROM. അതിൽ ഡേറ്റാസ് ഡെലിറ്റ് ആക്കാൻ പറ്റുമോ? ഡെലിറ്റ് ആക്കാൻ EEP ROM-ൽ എന്താ യൂസ് ചെയ്യുക? എന്ത് ടെക്നോളജിയാ യൂസ് ചെയ്യുക?
ഇലക്ട്രിക് ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റാസ് ഒക്കെ ഡെലിറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ.